ഗൈസ്, നമ്മളിന്ന് ഒരു ഫേമസ് മൂവി ലൊക്കേഷനിലോട്ട് പോവാണ്. ലൂസിഫർ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. ഓക്കെ, ആൻഡ്രൂസ് ചർച്ചാണിത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, വാഗമണ്ണ് വഴി വരുമ്പോഴോ അല്ലെങ്കിൽ ഏലപ്പാറ വഴി വരുമ്പോഴോ ഈ ഒരു സൈഡിൽ ആൾക്കാർക്ക് തെറ്റിപ്പോകാറുണ്ട്. ഈ ചർച്ചിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള റോഡ്, ലൂസിഫർ ചർച്ചിലോട്ട് വരാനുള്ള റോഡ് ആൾക്കാർ തെറ്റിപ്പോകാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ ഒരു കവലയുണ്ട്. അപ്പം മുമ്പ് കാണിച്ച ബോർഡില്ലേ, ആ ബോർഡ് നോക്കി വേണം വരാനായിട്ട്. ഒത്തിരി പേര് ഇവിടുന്ന് വരുമ്പോൾ ചിലപ്പോൾ ഉപ്പുപാറ എത്തിക്കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ചില ഉപ്പുപാറന്ന് വരുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ കുറച്ചും കൂടെ കടന്നു പോയതിനു ശേഷമാണ് ഇത് കാണുക പോലുമില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ ആ ഒരു ചർച്ച് വരുന്നത് കേട്ടോ. സെന്റ് ആൻഡ്രൂസ് ആണ് CSA എന്നുള്ള ചർച്ച് വരുന്നത്. അതിന് ചുറ്റുമുള്ള തേയിലക്കാടുകളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഇത് എത്ര വലിയ ലൊക്കേഷൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു നല്ല ഒരു ആംബിയൻസ് ഉണ്ട്. ഈ ഒരു ചർച്ചിനൊരു എന്താ വെച്ചാൽ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഫീൽ ആയത് പോസിറ്റീവ് എനർജിയെക്കാളും നെഗറ്റീവ് ആട്ടോ. സത്യം പറയാം, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആർക്കെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനത്തെ വല്ല എനർജി എല്ലാം ഫീൽ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എനിക്ക് പക്ഷേ ഈ ചർച്ചിൽ ചെന്നപ്പോൾ ഇതിന് ചുറ്റും നടന്നപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് ഒരു നെഗറ്റിവിറ്റിയാണ്. അപ്പം ഇനി ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയും ഫേമസ് ആയെന്ന് ചോദിച്ചാൽ, മോഹൻലാലിൻ്റെ ലൂസിഫർ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്നെ കേട്ടോ. അല്ലാത്ത പക്ഷം ഇവിടെ അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. പിന്നെ ഈ ഒരു മരമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പോയപ്പോൾ ഈ മരം കുറച്ചുകൂടെ സെറ്റായിരുന്നു. ഇപ്പോൾ ഉണങ്ങി അത് തീരാറായി കേട്ടോ. അപ്പോൾ ആ മരത്തിന് അധികം ആയുസില്ലെന്നാണ് അതിന് അർത്ഥം വരിക. പിന്നെ ഈ ചർച്ച് പക്ഷേ പണ്ടത്തേലും കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പഴയ ആ ഒരു ഇതിനേക്കാളും കുറച്ചും കൂടെ സെറ്റാക്കി അവർ നിർത്തുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക്കലി ആ പള്ളിയും ചുറ്റുപാടും ആളുകൾ റെഡിയാക്കാൻ തുടങ്ങി. പക്ഷേ ഈ മരം പക്ഷെ അങ്ങനെ അല്ലല്ലോ. മരം പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല, ശരിയല്ലേ? പിന്നെ ഇത് ഈവനിങ് ടൈമാണ് ഞങ്ങൾ പോയത്. അപ്പം നല്ല അടിപൊളി സൺസെറ്റും കിട്ടി കേട്ടോ.